സംസ്ഥാനത്ത് ആശങ്കയായി പകർച്ചവ്യാധി വ്യാപനം. ദിവസവും പനി ബാധിച്ച് മാത്രം ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം 10,000 കടന്നു എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടും ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും പടരുന്നത് ആരോഗ്യ വകുപ്പിന്റെ നടപടികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്നാണ് പ്രതിപക്ഷം ഇന്ന് ആരോപിച്ചത്. നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുകയും ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ മാസങ്ങളായി സംസ്ഥാനത്തെ പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവില്ല. എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്ത വ്യാപനവും ആശങ്കയുണ്ടാക്കുന്നു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപന സാഹചര്യം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചു. പനിക്ക് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു എന്നാണ് കണക്ക്. 2,45,625 പേരാണ് ജൂൺ മാസത്തിൽ മാത്രമുള്ള പനി ബാധിതർ. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 2,207 പേർക്ക്. ഇതിൽ 4 പേർ മരിച്ചു. കഴിഞ്ഞ മാസം മഞ്ഞപ്പിത്തം ബാധിച്ചത് 567 പേർക്ക്. ഇതിൽ 5 പേർ മരിച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടെ 24 പേരാണ് മഞ്ഞപ്പിത്തം മൂലം മരിച്ചത്. മഞ്ഞപ്പിത്തം ബാധിക്കുന്നതിലധികവും യുവാക്കൾക്കെന്നതും ആശങ്ക. ജൂൺ മാസത്തിൽ എലിപ്പനി ബാധിച്ചത് 279 പേർക്ക്. 18 പേർ ജൂണിൽ മാത്രം എലിപ്പനി ബാധിച്ചു മരിച്ചു. 6 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത് 61 പേർ. മലപ്പുറം ജില്ലയിൽ 4 സ്കൂൾ കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത് അതീവ ഗൗരവം. ഇൻഫ്ലുവൻസ വൈറസ്, റെസ്പിറേറ്ററി സിൻസഷ്യൽ വൈറസ് എന്നിവയാണ് ഇപ്പോൾ പനി പടർത്തുന്നത്. പ്രത്യേക ആക്ഷൻ പ്ലാനുമായി ആരോഗ്യവകുപ്പ് രംഗത്തുണ്ടെങ്കിലും ഫലം കാണുന്നില്ലെന്നാണ് ആക്ഷേപം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പ് ഉത്തരവാദിത്വം മറക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. സാംക്രമിക രോഗപ്രതിരോധത്തിനുള്ള ഫണ്ട് ചെലവഴിക്കാതെ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സാറേ, 12 കോടി രൂപ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്ലാൻ ഫണ്ടിൽ 12 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 12 കോടി രൂപ ഇതിനെ നിയന്ത്രിക്കാൻ. ഇന്നത്തെ ചെലവ് എത്രയെന്ന് അറിയാം? ഇന്ന് വരെ നോക്കിക്കഴിയുമ്പോൾ 0.08% ഇതാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്ന പണം. പ്ലാൻ ഫണ്ടിൽ 0.08. ഒരു ഗുരുതര സാഹചര്യവും സംസ്ഥാനത്തില്ലെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ നിലപാട്. സർ, 40,166 കേസുകളാണ് സർ 2015 IP കേസുകൾ ഉണ്ടായിരുന്നത്. 2024 കണക്കുകൾ നമ്മുടെ ഇതിലുള്ള ഡേറ്റയാണ്. 2024 വരുമ്പോൾ അത് 18,876 ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള കണക്കാണ് സർ. അതായത് നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഈ 2024 നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളത് തന്നെയാണ് സർ. മഴക്കാല പൂർവ്വ ശുചീകരണത്തിനു പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയത് തിരിച്ചടിയായെന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ് ചൂണ്ടിക്കാണിച്ചെങ്കിലും വിലക്ക് യോഗം ചേരുന്നതിനും മാത്രമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പുമൊക്കെ നിരത്തുന്ന ന്യായങ്ങളായി തന്നെ അവശേഷിക്കുന്നു. എലിപ്പനിയും വൈറൽ പനിയും മഞ്ഞപ്പിത്തവും അടക്കമുള്ള പകർച്ചവ്യാധികളാൽ പൊതുജനങ്ങൾ വലയുകയാണ്. സർക്കാർ ആശുപത്രികളിലെ കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൾ കൂടി ലഭ്യമായാൽ പകർച്ചവ്യാധി വ്യാപനത്തിൻ്റെ തീവ്രത എത്രത്തോളമെന്ന് വെളിവാകും. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. UP അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രേക്ഷകരുടെ പ്രതികരണം വരുന്നുണ്ട്. മരണസംഖ്യ 90 എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 100-ന് മുകളിലേക്ക് മരണസംഖ്യ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.